കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സെന്റർ സ്കൂളിലെ 24ാമത് സ്കൂൾ വാർഷിക ദിനാഘോഷമായ സർഗോത്സവത്തിന്റെ അവലോകന യോഗവും സ്നേഹവിരുന്നും നടത്തി. പരിപാടികളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെയും അവർക്ക് പരിശീലനം നൽകിയ അധ്യാപകരെയും അനുമോദിച്ചു. കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സ്കൂളിന്റെ 24ാമത് സ്കൂൾ വാർഷിക ദിനാഘോഷമായ സർഗോത്സവത്തിന്റെ അവലോകന യോഗവും സ്നേഹവിരുന്നും സംഘടിപ്പിച്ചു. സർഗോത്സവം വൻ വിജയമാക്കി തീർത്ത വിദ്യാർത്ഥികളെയും അവർക്ക് പരിശീലനം നൽകിയ അധ്യാപകരെയും അനുമോദിച്ചു. പരിപാടികളുടെ വിജയകരമായ നടത്തിപ്പിനു വേണ്ടി പ്രവർത്തിച്ച മുഴുവൻ ഗായത്രി ടീം അംഗങ്ങളെയും സ്കൂൾ ചെയർമാൻ സി ഷാജിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ അനുമോദിച്ചു. തുടർന്നും ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ചെയർമാൻ ഷാജി പറഞ്ഞു. ഒരു മോഡറേറ്റ് സ്കൂൾ ഡേ എന്നുള്ള ഒരു വിശ്വാസത്തിലായിരുന്നു ഞാൻ അവരോടൊക്കെ പെരുമാറി. അത് തന്നെ ആയിരിക്കും ടീച്ചേഴ്സിൻ്റെയും പ്രതീക്ഷ. നമ്മൾ മീറ്റിങ്ങിലും അങ്ങനെ പറഞ്ഞത്. തൽക്കാലം നമുക്ക് ഈ വർഷം പരീക്ഷയാണ് ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് പരമാവധി വർക്കിംഗ് ഡേയ്സ് നഷ്ടപ്പെടാതെ ക്ലാസ്സിലെ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് തൽക്കാലം ഒരു സ്കൂൾ ഡേ, കാരണം നമ്മളെല്ലാ ലിംഗ്വിസ്റ്റിക് ഫെസ്റ്റിവലും പങ്കെടുക്കുന്നുണ്ട്, യൂത്ത് ഫെസ്റ്റിവൽ, സ്റ്റേറ്റ് ഉൾപ്പെടെ എല്ലാം പങ്കെടുത്ത്. അപ്പോൾ ഇനി സ്കൂൾ ഡേക്ക് എന്തെങ്കിലും ഒരു പോകപ്പിഴ ഉണ്ടായാലും സാരമില്ല, അങ്ങനെയാണ് പങ്കെടുത്തത്. അങ്ങനെയല്ലായിരുന്നോ ടീച്ചറെ? ഏതായാലും നിങ്ങൾ ഓർക്കണം, ഈ സ്ക്രിപ്റ്റൊക്കെ ഉണ്ടാക്കിയത് തൊട്ട് തലേ ദിവസവും അന്നുമാണ്. കുട്ടികളെ ഇവിടെ നിർത്തിക്കൊണ്ടാണ് ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നത്. ഞാൻ ഇക്കാര്യത്തിൽ അങ്ങനെ ഒരു പരിപാടിക്ക് വേണ്ടി സാധാരണ കോമ്പയറിംഗ് എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ഐറ്റമായിട്ടാണ് കരുതുന്നത്. മറ്റ് പരിപാടികളിൽ പങ്കെടുക്കുന്നവരെക്കാൾ പ്രാധാന്യത്തെയാണ് നമ്മൾ ഈ കോമ്പയറിംഗ് ആക്ടിവിറ്റീസിനെ കാണുന്നത്. അവർക്ക് ആർട്ടിക്കിൾ തയ്യാറാക്കി കൊടുക്കുമ്പോഴും അതിനുശേഷം അവരെ തയ്യാറെടുപ്പിക്കുന്നതിനും ഒക്കെ ആയിട്ട് 4-5 പേരുടെ ഒരു ചെയിൻ ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും. ആദ്യമേ എന്തൊക്കെയായിരിക്കണം പറയുന്നതെന്നുള്ളതിനെ പറ്റി ഒരു ധാരണയുണ്ടാകും. വിഷമം ഉണ്ടാകാത്ത ഒരു പര്യവസാനമായിരുന്നു സ്കൂൾ ഡേക്ക് ഉണ്ടായത്. വളരെയധികം സാറ്റിസ്ഫാക്ഷൻ രക്ഷകർത്താക്കളിലുണ്ടായി. അവരുടെ ഫീഡ്ബാക്ക് അങ്ങനെയായിരുന്നു. ചെറിയ കുട്ടികളുടെ ട്രെയിനിങ് കൊടുത്ത ടീച്ചേഴ്സും അത് കോർഡിനേറ്റ് ചെയ്തവരും യഥാർത്ഥത്തിൽ ഇക്കാര്യത്തിലൊരു 80% പങ്ക് വഹിച്ചിട്ടുണ്ട്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, നമ്മളെപ്പോഴും ഏത് സ്കൂളിൽ ഇനി നടക്കാൻ പോകുന്നിടത്തും പരിശോധിച്ചുകൊള്ളാം, കുട്ടികൾ ഇങ്ങനെ പാവ കളിക്കുന്ന അല്ലാതെ ഫേഷ്യൽ എക്സ്പ്രഷൻസോ കറക്റ്റ് ബോഡി ലാംഗ്വേജോ ഒന്നും കൊച്ചു കുട്ടികളുടെ കൂട്ടത്തിൽ സാധാരണ കാണില്ല. നമ്മുടെ ഒരൊറ്റ പരിപാടി പോലും, ഈവൻ പ്ലേ സ്കൂളിലെ കുട്ടികൾ പോലും ഒരു 90% കുട്ടികളും പെർഫോം ചെയ്തു. അധ്യാപകർ, രക്ഷകർതൃ പ്രതിനിധികൾ, അനധ്യാപകർ എന്നിവർ പങ്കെടുത്ത യോഗത്തിൽ ഫാദർ റോയി ജോർജ്, വൈസ് പ്രിൻസിപ്പൽ വിനീത പിള്ള, അക്കാദമിക് കൗൺസിൽ ചെയർമാൻ സജീവ് ചന്ദ്രൻ, സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ പി വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സ്നേഹവിരുന്ന് നടന്നു. സാർ മുമ്പേ പറഞ്ഞതുപോലെ സർവേശ്വരൻ ചലനശക്തി കൊടുത്ത് അവർ നിറഞ്ഞ് ആടുകയായിരുന്നു. വേദിയെ ഇളക്കി മറിച്ചുകൊണ്ട് അതിമനോഹരമായി ഏതാണ്ട് ഡാൻസ് നൃത്തരംഗങ്ങൾ മാറി. വയനാട്ടിലേക്ക് വരുമ്പോഴേക്കും ആനുകാലിക സംഭവങ്ങളിൽ ഏറ്റവും മികച്ചത് നെഞ്ചോട് ചേർത്ത് വെക്കാൻ, ഹൃദയത്തിൽ നമുക്ക് ചേർത്ത് പിടിക്കാൻ തക്ക വിധത്തിൽ വയനാടിൻ്റെ ആ പ്രളയ ഭീകരത, ദുരന്തത്തിൻ്റെ ആ മുഖം ഇവിടെ വന്ന കാണികളെ മൊത്തം കരളലിയിപ്പിക്കുന്ന കാഴ്ച കാട്ടിക്കൊടുക്കുവാനും അതിലൂടെ മതത്തിനും ജാതിക്കും രാഷ്ട്രീയത്തിനും അപ്പുറം സ്നേഹത്തിൻ്റെയും കരുണയുടെയും ആർദ്രതയുടെയും വലിയൊരു മനസ്സ് സമൂഹ മനസ്സാക്ഷിയിലേക്ക് ഉയർത്തി കാണിക്കാൻ, അതിൽ ഗായത്രിയുടെ പങ്ക് എന്താണ്? ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ചീഫ് മിനിസ്റ്റർക്ക് ഗായത്രിയുടെ സ്നേഹ ഉപഹാരം 5 ലക്ഷം രൂപ ചെയർമാൻ കൊടുക്കുന്ന ആ ഒരു അനുഭവത്തിലേക്ക് വന്ന ഒരു വലിയ മെസ്സേജാണ്. വയനാടിൻ്റെ ആ ദുരന്ത ഭൂമിയിലൂടെ ഗായത്രി യാത്ര ചെയ്ത് ഇവിടെ വന്ന കാണികൾക്ക് നൽകിയ ഏറ്റവും വലിയ സന്ദേശം. ഇംഗ്ലീഷ് ഡ്രാമയെക്കുറിച്ച് പറഞ്ഞു. ആ ഹെൻറിയുടെ വൈഫൊക്കെ യഥാർത്ഥത്തിൽ നാടകത്തിൽ അവതരിപ്പിക്കുന്ന അതേ കഥാപാത്രത്തെ അതേപടി അവതരിപ്പിക്കുക. ഓരോ കഥാപാത്രവും ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം അത് പ്രതിബദ്ധതയോടുകൂടി നിവർത്തിക്കുവാൻ, അങ്ങനെ ഗായത്രി കുടുംബത്തിലെ അംഗങ്ങൾ എന്ന നിലയിൽ ഇപ്പോൾ പേരൻസ് റെപ്രസെൻറ്റേറ്റീവ്സ് ഉൾപ്പെടെയുള്ളവർ, അധ്യാപകർ, അനധ്യാപകർ എല്ലാവരും ഒരു കുടുംബം എന്ന നിലയിൽ നമുക്ക് ഈ സ്കൂളുമായി ചേർന്ന് നിൽക്കാം, പ്രവർത്തിക്കാം. കഴിഞ്ഞ സ്കൂൾ വാർഷിക ദിനാഘോഷ പരിപാടികൾക്ക് നേതൃത്വം കൊടുത്ത മുഴുവൻ അധ്യാപകരെയും, അതിൻ്റെ പിൻപിൽ കർട്ടന് പിൻപിൽ പ്രവർത്തിച്ച അനധ്യാപകർ ഉൾപ്പെടെയുള്ള ചെറുതും വലുതുമായി മുകൾ തട്ട് മുതൽ നമ്മുടെ സ്കൂളിലെ താഴെ തട്ട് വരെയുള്ള എല്ലാവരുടെയും ഒരു കൂട്ടായ പ്രവർത്തനവും പരിശ്രമവുമാണ്. സർഗോത്സവം 4 ഭാഗങ്ങളിലായാണ് നടത്തിയത്. ഉദ്ഘാടന ചടങ്ങിന് പുറമെ 2015 ബാച്ച് മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് ആയ 6 ഡോക്ടർമാരെ ആദരിച്ചു. സംഗീതജ്ഞൻ പണ്ഡിറ്റ് രാജീവ് ജനാർദ്ദനന്റെ ക്ലാസിക്കൽ മ്യൂസിക്, ഗായത്രി ആൻതം റിലീസിംഗ് എന്നിവയും നടന്നു. വിവിധ നൃത്തരൂപങ്ങളും നാടകങ്ങളും കലാപരിപാടികൾക്ക് മിഴിവേകി. CDNet ന്യൂസ് കായംകുളം.